frenar. Is no result. It's 800 beer cards. ഹലോ മുത്തുമണീസേ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കഥയുമായിട്ടാണ്. ഇത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അയച്ചു തന്നിട്ടുള്ള കഥയാണ്. ചെറുപ്പക്കാരനായ ഒരു യുവാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മനോഹരമായ ഒരു കഥയാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് ജോമോൻ, വയസ്സ് 43. ഇതൊരു 10 വർഷം മുമ്പ് നടന്ന കഥയാണ്. അന്ന് ആദ്യമായി എൻ്റെ ആഗ്രഹങ്ങൾ സഫലമായ നിമിഷം, നാളുകളായി നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ച എൻ്റെ കന്യകത്വം ആദ്യമായി നഷ്ടപ്പെട്ട ദിവസം. പ്രായപൂർത്തിയായി ഏകദേശം 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു പെണ്ണുമായി ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ 34ാമത്തെ വയസ്സിൽ അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ ആയ യുവാക്കൾക്ക് പെണ്ണ് കിട്ടാൻ വലിയ പാടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വികാരങ്ങൾ എൻ്റെ ബെഡ്റൂമിലെ 4 ചുമരുകൾക്ക് നടുവിൽ ഒതുങ്ങി. അതുകൊണ്ടൊന്നും ഞാൻ പൂർണ്ണമായും സംതൃപ്തനായിരുന്നില്ല. എനിക്കൊരു പെണ്ണിനെ തന്നെ കിട്ടണം. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിൽ തിളച്ചു മറിയാൻ കാത്തു നിൽക്കുന്നു. അറിയാലോ എൻ്റെ അവസ്ഥ. 34 വയസ്സായി, കല്യാണം റെഡി ആവണില്ല. എവിടുന്നെങ്കിലും പെണ്ണെ റെഡിയാക്കി തരും. എത്ര വയസ്സ് വേണേൽ ഞാൻ മുടക്കാം. എടാ, ഞാൻ എനിക്ക് സെറ്റപ്പ് ഞാൻ ചെയ്തു തരാം. അവന്മാരെ അറിയില്ല. നമുക്ക് ചെന്ന് ലോഡ്ജിൽ ചെന്ന് ഇവന്മാരെ അറിയാതെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഇവന്മാരൊക്കെ അറിഞ്ഞാൽ വല്ല കാര്യങ്ങൾ എത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കും. ഓക്കെ. എടാ, ഇവനെ ഭയങ്കര തലവേദനയാണ്. ഞാൻ ആശുപത്രിയിൽ ഇവനെ ഒന്ന് കാണിച്ചു വെച്ചും വരാം. നിങ്ങൾ ഇവിടുന്ന് എങ്ങും പോകല്ലേ. ഒരു നല്ല പെണ്ണ് തന്നെ വേണം. വികാരത്തിന്റെ ചൂട് അവളെ അറിയിക്കണം. അവളുടെ ചൂട് എനിക്കും അറിയണം. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഞാൻ ആഗ്രഹിച്ച ദിവസം വന്നെത്തി. എൻ്റെ അടുത്ത കൂട്ടുകാരൻ സുമേഷണൻ എനിക്കൊരു കിടിലൻ ചരക്കിനെ ശരിയാക്കി തരുന്നു. അന്നത്തെ ദിവസം ഒരു പ്രതീക്ഷയുമില്ലാത്ത ദിവസമായിരുന്നു. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് പ്രതീക്ഷകൾ തന്നത് സുമേഷണ്ണൻ. ഇന്ന് രാത്രി നല്ലൊരു പീസിനെ സംഘടിപ്പിച്ചു തരാമെന്ന് പുള്ളി എനിക്ക് വാക്കു തന്നു. പിന്നെ ഞങ്ങൾ പഴയകാല കഥകളും മറ്റും പറഞ്ഞു അവിടെ കുറച്ചു നേരം ഇരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതുവരെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അങ്ങനെ നേരം ഇരുട്ടാൻ തുടങ്ങി. മറൈൻ ഡ്രൈവിലെ തെരുവ് വിളക്കുകൾ ഓരോന്നായി തെളിയാൻ തുടങ്ങി. അതിലെ ഒരു തെരുവ് വിളക്കിന്റെ പ്രകാശത്തിൽ ഞാൻ ആദ്യമായി അവളെ കണ്ടു. അമ്മായി, അങ്ങോട്ട് ചികിത്സ ചെലവിന് തന്നെ ആഴ്ചയിൽ 10,000 രൂപയോളാവും. പിന്നെ 2 പിള്ളേർ പഠിക്കണം. ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയാം. ഞാനൊരു 5,000 രൂപയല്ലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. എന്താ റേറ്റ്? 1 മണിക്കൂർ 2,000 രൂപ. എന്താ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്? ഒന്ന് പോടോടുന്ന്. ഇവിടെ എനിക്ക് വേറെ കസ്റ്റമർ വരാൻ നിൽക്കാൻ. ഞാൻ വെറുതെ മനുഷ്യനെ മെനക്കെടുത്തോണ്ട് പോയേ പോരാ. നിങ്ങൾ വരും അവിടെ നിന്ന് ഇവിടുന്ന് മനുഷ്യനെ കഞ്ഞൂട്ട് കൊടുത്തിരിക്കാനായിട്ട്. റേറ്റ് പറയടോ ആദ്യം തന്നെ. 2,000 രൂപ ഓക്കെ അല്ലേ? റൂമുണ്ടോ? എവിടെയാണ്? വണ്ടി ഉണ്ടോ?
ചേച്ചി ഒരു പടക്കുമായിരുന്നു. ചേച്ചി ഇപ്പോൾ പോയതോ? ആ, ഒരു കളിയാണ് മിസ്സായിട്ട്. വണ്ടി കാര്യമില്ല, ചേച്ചി പോയില്ലേ? ഞാനിപ്പോഴാണ് ഇതൊക്കെ ഓർത്തത്. എപ്പോ? ഞാൻ നിന്നോട് നേരത്തെ പറയാൻ മറന്നു. എന്താണ്? ഇനി വരുമ്പോൾ നമുക്ക് എന്തായാലും ചോദിക്കണം. ചോദിച്ചു നോക്കി, എത്ര റേറ്റ് ചോദിച്ചു നോക്കി, ചിലപ്പോൾ കിട്ടിയാലോ? കിട്ടിയാൽ പോകാം, നോക്കാം. പരിപാടി ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. എന്താ പേര്? എൻ്റെ പേര് ജോമൻ. നീ എന്താ ഇവിടെ പുതുസ്ഥലത്താണ് പരിപാടി? ഇവിടെ ഞാൻ കാറ്ററിംഗ് പരിപാടിക്ക് വന്നു സാറേ, ഇവന്റ് പരിപാടി. പന്തക്കാട്ടിലോ? ഇവിടെ ഇവിടെ ഞാൻ മൂത്തളിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ കണ്ട് ആ സാധനം നീ സത്യം പറഞ്ഞോ? നിന്റെ വീട് എവിടാ? എൻ്റെ വീട് കണ്ണൂര്. കണ്ണൂരിൽ നിന്ന് ഇവിടം വരെ വരണോ പരിപാടിക്ക്? നിന്റെ വീട്ടിലാർക്കുണ്ട്? വീട്ടിൽ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞാണോ? അല്ല സാറേ, കല്യാണം കഴിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. നമുക്ക് ഇവിടെ റൂമുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല. എനിക്ക് പുതുസ്ഥലത്ത് വെച്ചിട്ടുണ്ട് വന്നത് ഇവിടെ പരിപാടി. സാറേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സാറേ. ഈ ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ വീട്ടിലെ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ എടുക്കും. ബാക്കി നോക്കും. നിന്റെ നമ്പർ എടുക്കാം. നിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ പിടിച്ചിരിക്കുന്നത്? നിന്റെ കൈ കാണിച്ചോ? കൈ ചെയ്യടാ. മൊബൈലിൽ നിന്ന് നിന്റെ ലോക്ക് എന്ന് പറഞ്ഞു. നിന്റെ അച്ഛൻ്റെ പേരെന്താ സേവ് ചെയ്തിട്ടുണ്ട്? ജോസഫ്. വിളിക്കല്ലേ സാറേ. ചേച്ചി ഒരു വട്ടം കൂടെ. എന്താണ് നിനക്ക് നേരത്തെ ഒന്നും ആയില്ലേ? ചേച്ചി അപ്പോഴത്തേക്കും പോലീസുകാർ വന്നില്ലേ? ആ, ഒരു 500 രൂപ എടുക്ക്, നമുക്ക് നോക്കാം. ചേച്ചി ഞാൻ ചേച്ചിക്ക് ഒരു 4000 രൂപ എൻ്റെ കൂടെ റൂമിലേക്ക് വരുമോ? ക്യാഷ് ഉണ്ടോ അവിടെ കയ്യില്? നീ എന്നെ പറ്റിക്കോ? ഇല്ല. ഒരു കാര്യം ചെയ്യുന്നേ, ആദ്യം തന്നെ എൻ്റെ ഗൂഗിൾ പേ ഒരു 4000 രൂപയ്ക്ക് നമുക്ക് വരാം. ഓ ശരി. ചേച്ചി പ്ലീസ്. എടാ വീട്ടാ വീട്ടാ